ഹായ് ഫ്രണ്ട്സ് ടു ഹീറോയെ കുളിച്ച് ഫ്രഷായിട്ട് വന്നു നോക്കും. റൂമിൽ നോക്കുമ്പോൾ ആരും ഇല്ലായിരുന്നു. ഇത് മാത്രമല്ല ഹീറോ ഷോക്കായിരുന്നു. എന്താ റൂം സ്മെല്ല്, ഒരു സ്മെല്ല് വരുന്നത്. ഹീറോയി പറഞ്ഞ ഒരു റൂം, ഗസ്റ്റ് റൂമിലാണ് താമസിക്കുന്നത്. അവർക്ക് ഒരു 4 പേര് പറഞ്ഞാൽ ഒരു വലിയ റൂം വന്നു, ബെഡ്റൂമുണ്ട്. അവർ വേറെ വേറെ റൂം താമസിക്കും. ഒരു റൂം ഡെക്കറേറ്റ് ചെയ്തായിരുന്നു. ബേബിനെ കാണുന്നില്ല. അങ്ങനെ ആയിട്ട് റൂമിൻ്റെ അകത്ത് പോയിരുന്നു. അങ്ങനെ ഹീറോ റൂമിൻ്റെ അകത്ത് പോയിരുന്നു. ഉറപ്പായിരുന്നു, നൈറ്റായിരുന്നു. ഹീറോ നോക്കുമ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ലൈറ്റ് ഇടാൻ നോക്കി, ലൈറ്റ് ഓണായി. ഹീറോ ഷോക്കായിരുന്നു. ബെഡ്റൂമെല്ലാം റോസ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ്റെ വീട് ഷോക്കായി. എന്താ ഇടുന്നത് ശരിയാണ്. ഹീറോയി പോവാൻ നോക്കായിരുന്നു. ലോക്ക് ചെയ്യുന്നു. നമ്മൾ ജങ്ക് ലോക്ക് ചെയ്ത് ഹീറോയെ നോക്കി സ്മക്ക് ചെയ്ത് അയ്യോ കുടുങ്ങിയല്ലോ ഞാൻ. എന്നെ ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. ഹീറോയി പൊങ്ങ നോക്കായിരുന്നു. എവിടൊക്കെ പോകുന്ന ബേബി എന്ന് ഹീറോയിനെ കേട്ടത്. ഇടയിലെടുത്ത് ഹീറോയി പറയുന്നത് അതൊന്നുമില്ല, അത് എന്ന് പറഞ്ഞ് ഹീറോയായിരുന്നു. മുങ്ങ നോക്കായിരുന്നു. ചങ്കൊക്കെ ഹീറോയിനെ പിടിച്ചായിരുന്നു. എന്താ എന്ന് ചങ്കൊക്കെ കേൾക്കായിരുന്നു. ചങ്കൊക്കെ പറയുന്നത് സ്മക്ക് ചെയ്ത് പറയുന്നത് ഹീറോയിനെ കിസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. കിസ് അടിച്ച് അവിടുന്ന് കണ്ടൊരു കിസ് അടിച്ച് ചങ്കൊക്കെ പറയുന്നു. ഒരു നാൾ ഷുഗർ വന്നായിരുന്നു. ഷുഗർ ബാക്കി മിസ്സറ് പോയിരുന്നു. ഷുഗർ എടുത്ത് വന്നായിരുന്നു. എന്താ യുങ്കി എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് അങ്ങനെ അവർക്കും എല്ലാം നടന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനോട് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവർക്കും കൂടെ ടെയിൽ റൊമാൻസിങ്, കിസ്സിങ്, ഹഗ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ബേബി വന്നായിരുന്നു. ബേബി സ്കൂളിൽ പോവുക. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഹീറോയ്ക്ക് വോമിറ്റ് എടുക്കുക, തല കറക്കായിരുന്നു. ജങ്കൊക്കെ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി മെമ്പേഴ്സ് ഷൂട്ടിങ് പോയായിരുന്നു. ഹീറോയി പത്ത് മയങ്ങി വന്നു. ജങ്ക് കൂടി വന്നു. എന്ത് പറ്റി? അയ്യോ. അങ്ങനെ ജങ്ക് കോൾ ചെയ്ത് വിളിച്ചായിരുന്നു. ഡോക്ടർ വന്നു. എന്താ ജങ്കു? ഇല്ല, എൻ്റെ വൈഫ് മയങ്ങി വീണു. അത് ഗേൾ ഡോക്ടറായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് കൺഗ്രസ് നിങ്ങളുടെ വൈഫ് അഡ്മിറ്റാണ്. ഇല്ല, ഞങ്ങൾക്ക് ബാക്കി ഹാപ്പിയായിരുന്നു. ഞങ്ങൾക്ക് ബാക്കി മെമ്പേഴ്സ് കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർ ഫ്രൂട്ട് എന്നുള്ള സാധനം വേണം പറഞ്ഞു. അവർ ഷുഗർ പറഞ്ഞു. ഷോപ്പിംഗ് ചെയ്യും ആറാം പറഞ്ഞു. ശരിടാ, നിങ്ങൾ പോയിക്കോ, ഞാൻ പോയിട്ട് വരാതെ. ആറും എന്തെല്ലാം സാധനങ്ങൾ വേണം, ബുക്ക് അതേക്കുറിച്ച് എല്ലാം അറിയാൻ വേണ്ടി ആറാം പോയിട്ട് ഓൾറെഡി പോയിട്ട് വന്നായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് സാധനങ്ങളൊന്നും ഹീറോയിനെ ക്യാരിങ് ചെയ്യുന്നു. അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. ആറാം പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റൽ പോയിട്ട് നോക്കുക, ചെക്ക് ചെയ്തേ ഞാൻ കോൾ ചെയ്തു. ആറാം കുറച്ച് ബുക്ക് എടുക്കാനായി പോയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക്. ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റൽ പോയിട്ട് നോക്കണം. അങ്ങനെ ഹോസ്പിറ്റൽ വിളിച്ചോട് പോയിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. അങ്ങനെ ഹീറോയി വരുന്നുണ്ട്. ആറാമിനോട് പറഞ്ഞു. ആറാം ഓക്കെ എന്ന് പറഞ്ഞു. എല്ലാം ഹീറോയിനെ ക്യാരിങ് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഡെലിവറി പെയിൻ വന്നിരുന്നു. ഹീറോയ്ക്കായിരുന്നു. അവർക്ക് ഭയങ്കര കെച്ചലായിരുന്നു. ബേള് പറയുന്നു എന്ത് ഡാഡാ എന്ന് പറഞ്ഞാൽ. അങ്ങനെയായിട്ട് അവർക്കും സാഡായിരുന്നു. അങ്ങനെ അവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ബേബി ജനിച്ചത് പറഞ്ഞാണ്. 4 ബേബിയാണ്, ബോയ്സ് ബേബിയാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്ക് കയ്യിൽ ബേബി കൊടുത്തായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇത് കണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സിന് ഷോക്കായിരുന്നു. അതെ, അവർക്ക് ഓൾറെഡി മാരേജായി, ബേബീസും ഉണ്ട്. അവർ ഷോക്കായിട്ട് നോക്കുമായിരുന്നു ഹീറോയിനെ. അതെ, അവർക്ക് പറഞ്ഞ ബേബിയുണ്ട്, അവർ കയ്യിലുണ്ട്, കുട്ടി ബേബിയാണ് അവർ. അതെ, ഹീറോയിനെ നോക്കി അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതേ മറിച്ച് ഇപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ബേബി ജനിച്ചായിരുന്നു. അങ്ങനെ ബേബീസിന് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അവർ ക്യാരിങ് ചെയ്യാൻ നോക്കിയായിരുന്നു. എല്ലാവർക്കും മാരേജായിട്ട് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ആറും ഭയങ്കര ക്യാരിങ്, ഒരു 4 പേരെ ഹീറോയിനാണ് ക്യാരിങ് ചെയ്യുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് വന്നായിരുന്നു. ഇപ്പോൾ ബേബി വളർന്നു. അങ്ങനെയായിട്ട് കുട്ടിയെ വേറെ ബേബിനെ കൊഞ്ചാൻ തുടങ്ങി. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് വന്നായിരുന്നു. അതെ, അങ്ങനെ ഹീറോ കേൾക്കാൻ തുടങ്ങി. മച്ചി എന്താ ഹീറോയിൻ്റെ ചേട്ടൻ്റെ വൈഫ് വന്നായിരുന്നു. അവരെല്ലാം ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോ കേൾക്കാൻ തുടങ്ങി. കീർത്തി ഹസ്ബൻഡ് ചെയ്യാം. അതെ, കീർത്തിനും ഹസ്ബൻഡ് കൊറിയൻ ബോയ് തന്നെ. അവൻ പറഞ്ഞ അവനൊരു ഐഡലാണ്. മച്ചൻ എൻ്റെ ഹസ്ബൻഡാ? എന്താ ചെയ്യാൻ മച്ചി? എൻ്റെ ഹസ്ബൻഡ് ഓക്കെയാണ്. അന്ന് ഹീറോയിൻ പൂജേനെ കേട്ട് എൻ്റെ ഹസ്ബൻഡ് ഓക്കെയാണ്. അതെ, ഹീറോയി ചിരിച്ചിട്ട് പറയുന്നു. എൻ്റെ ഹസ്ബൻഡും ഐഡൽസാണ്. ഇങ്ങനെ ഹീറോയി ചിരിച്ചിട്ട് ഫ്രണ്ട്സിനോട് പറയുന്നു. അവർ ഐഡൽസ് വെച്ചിട്ട് ഫ്രണ്ട്സ് മാറിയാണ്. അങ്ങനെ അവർ ഫ്രണ്ട്സ് അത് മാത്രമല്ല സോങ്സ് സൂപ്പറായിട്ട് ആക്ടിങ് ചെയ്യുന്നു. അവർ ചിരിച്ചിട്ട് പറയുന്നു. അതടി. അങ്ങനെ അവർ സംസാരിക്കായിരുന്നു. അങ്ങനെ അവർ വന്ന് എന്ത് ചെയ്യുന്നെന്ന് അങ്ങനെയായിട്ട് അവരിരുന്നു. PTS മെമ്പേഴ്സ് എല്ലാം അങ്ങനെ ബേബീസിനെ കൊണ്ടായി ഒക്കെ
ഹീറോയും വൈനും കിടന്ന് ഉറങ്ങായിരുന്നു. അങ്ങനെ ബാക്കി പീച്ച് മെമ്പേഴ്സ് പോയി അവരിരുന്ന് അവർ ഓർക്കായിരുന്നു. പിന്നെ രണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ് വന്നായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടനും വന്നു. അവരായിരുന്നു ഗ്രൂപ്പായിട്ട് സംസാരിക്കുമായിരുന്നു. എന്താ പ്രശ്നം ആറാം പറയുന്നു. ഇല്ലടാ ഹീറോയിൻ്റെ ചേട്ടനോട് കേട്ടായിരുന്നു. ആറാം പറഞ്ഞു ആലിയ ഹീറോയിൻ്റെ ചേട്ടാ പറയുന്നു. അർജുനോട് കേട്ടായിരുന്നു. അതെ സാർ അവളെ കോളേജ് പ്രൊഫസർ ഇവിടെ ഞാൻ കണ്ടായിരുന്നു, എന്നെ വിളിച്ചായിരുന്നു, ഞാനവിടെ നിന്ന് വന്നായിരുന്നു എന്ന് പറഞ്ഞു. അവരിപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത്. ഇന്ത്യയിൽ വിച്ച് സുമർ വന്നായിരുന്നു. അതെ സാർ എൻ്റെ അനിയത്തി കണ്ടാൽ കേട്ടുണ്ടുള്ളത് സാർ. അത് മാത്രമല്ല പെണ്ണ് വന്ന് ചോദിക്കാൻ വേണ്ടായിരുന്നു. നമുക്ക് ടെൻഷനായിരുന്നു. ഇതേ ഞങ്ങൾക്ക് എന്താ എൻ്റെ വൈഫ് വേണോ? അതെ സാർ അവൾക്ക് മാരേജ് കഴിയാറില്ല, അതും അറിയില്ല ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് വരാൻ പോകുന്നുണ്ട് പറഞ്ഞു. എപ്പോൾ വരാൻ പോകുന്നത്? നാളെ വരാൻ പോകുന്നത് പറഞ്ഞത്. നാളെ വരാൻ പോകുന്നതാ എന്നാറും ഒരു ഐഡിയ വെച്ചു. ശരി ഓക്കെ എന്നാൽ അവരെല്ലാം അവർ അയച്ചിട്ട് അവർ ലൈവ് നോക്കുക എന്ന് പറഞ്ഞായിരുന്നു. ലൈവ് ആറും പറഞ്ഞു ലൈവാ യെസ് ലൈവ് തന്നെ. അങ്ങനെ അവർക്കിപ്പോൾ എല്ലാ ലാംഗ്വേജും നന്നായിട്ട് അറിയും. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് പൂജേൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. അതിലൊരു പ്രൊഫസർ അങ്ങനെ പൂജ വീട്ടിൽ സംസാരിക്കുക. പൂജേൻ്റെ അമ്മ പറയുന്നു എന്താപ്പാ നീ പറയുന്നത്? അങ്ങനെയല്ല പൂജക്ക് മാരേജ് ആയിപ്പാ. പൂജേൻ്റെ ഹസ്ബൻഡ് വന്നു. പൂജേൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് എൻ്റെ വൈഫ് വേണം. സോറി സാർ നിങ്ങൾക്ക് മാരേജ് ആയോ? അതേമാതിരി കീർത്തിൻ്റെ വീട്ടിലും കീർത്തിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അതുകൊണ്ട് അവനക്ക് ഷോക്കായിരുന്നു. ഫാൻസിനോട് വന്ന് പറഞ്ഞിടാ എൻ്റെ വൈഫൊക്കെ മാരേജ് ആയി. ഹീറോയിൻ്റെ ചേട്ടൻ വീട്ടിൽ വന്ന് അവരോട് പറഞ്ഞു ഇല്ലപ്പാ അവൾക്ക് മാരേജ് ആയി. അങ്ങനെ അവരുടെ ഹസ്ബൻഡ് ഇവിടെ എന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല പിന്നെ ഒരു പ്രൊഫസറും വീട് ചേഞ്ച് ആയി. അപ്പോൾ ഹീറോയിനെ കേട്ടവന് സോറിപ്പാ അവൾക്ക് മാരേജ് ആയി സാർ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആറും ഇറങ്ങി വന്നായിരുന്നു. ആറും വന്ന് പറയുന്നു എന്താ? ഇല്ലപ്പാ നിൻ്റെ വൈഫിന് ചോദിച്ചു വന്നതാ. എന്താ ചോദിച്ചത്? മാരേജ് കഴിഞ്ഞുപ്പാ. സോറി സാർ നിങ്ങൾ ഹാപ്പി മാരേജ് ലൈഫ് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോയത്. ആറും ഉറക്കായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. ഹീറോയിനെ കൂടെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കായിരുന്നു. ഹീറോ ഇറങ്ങി പറഞ്ഞ് ഒരു ഫാമിലി ഫോട്ടോസ് എടുത്തേനെ. ഇങ്ങനെ സ്മൈൽ ചെയ്ത് ഫോട്ടോ എടുത്തേനെ. ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറി. ടാടാ ബൈ ബൈ സീ യു.